ഇന്ന് ഞാൻ ചോറ് കൊണ്ടൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. വളരെ ക്രിസ്പി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിൽ കളയണ്ട, നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. അതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. വെള്ളച്ചോറാണെങ്കിൽ നല്ല കളർ കിട്ടും. ഞാനിപ്പോൾ കുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി, നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി, അത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തലേദിവസത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കളയാതെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇത് തലേദിവസം വെള്ളത്തിലിടണ്ട, കുതിരണ്ട. നമ്മൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ ദോശ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. എന്നിട്ട് അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊന്ന് മിക്സ് ചെയ്ത് ചോറും അതുപോലെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് ചോറും അതോടൊപ്പം തന്നെ 1 കപ്പ് അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സി കേടായി പോകും. ഒന്ന് ഇളക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത്. നമ്മളുടെ ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം വെള്ളം വരേണ്ടത്. നമ്മൾക്കത് അരിഞ്ഞ് കിട്ടാനായിട്ട് പാടില്ല. പക്ഷേ നമ്മൾക്ക് ഈ ചോറും എല്ലാം കൂടി മിക്സിയിലിട്ട്, പൊടികളെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കുമ്പോഴത് ബ്ലേഡ് സ്റ്റക്കായി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാകത്തിനൊഴിച്ച് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മിക്സി ഒന്ന് കറക്കിയിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ അതേ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കൂടി കഴുകി വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം. ഒരു ദോശമാവിൻ്റെ പരുവമാകണം നമ്മൾക്ക്. നമുക്ക് ഉഴുന്നോ ഒന്നും ചേർക്കാതെ നമ്മൾക്ക് ദോശ ഉണ്ടാക്കാം. ഇപ്പം ഏകദേശം ദോശമാവിൻ്റെ ഒരു പരുവമായിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ ഞാൻ മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നുണ്ട്. നമ്മൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ബേക്കിംഗ് സോഡ ഇടണ്ട. ഒരു 3 മണിക്കൂർ നമ്മൾക്കത് ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് വെച്ചാൽ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. തവ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ദോശമാവ്, നമ്മളുടെ ചോറ് കൊണ്ടുള്ള ആ ദോശ മാവ് നമ്മൾക്ക് കോരി ഒഴിച്ച് ഒരു 1.5 തവി ഒഴിച്ച് ഞാനിതിനകത്തേക്ക്, എന്നിട്ട് നന്നായിട്ട് പരത്തി നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ചൂടോടെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ മുരുമുരാന്നിരിക്കും, വളരെ ടേസ്റ്റാണ്. ചൂട് മാറിക്കഴിയുമ്പോൾ സോഫ്റ്റായി പോകുന്നേ ഉള്ളൂ. ആ ഒരു മുരുമുരാന്നുള്ള ആ ഒരു ആ ഒരു രീതി മാറുന്നേ ഉള്ളൂ. ദോശയ്ക്കൊരു കുഴപ്പമില്ല, സോഫ്റ്റായി തന്നെ ഇരിക്കും. ചൂടോട് കഴിക്കുവാണ് നമുക്ക് നല്ല രസം. ഇങ്ങനെ കടിച്ച് തിന്നാമല്ലോ. ഉണ്ടോ?
നമ്മളുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമുക്കൊന്നും കൂടി മൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ നെയ്യും എണ്ണയും ഒന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ 2 സൈഡും കുറച്ച് നെയ്യ് തൂത്ത് നന്നായിട്ട് ഒന്നും കൂടി മൊരിച്ചെടുക്കാം. നമ്മൾ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മസാല ദോശ പോലെ അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് നമുക്ക് മസാല ദോശയായിട്ടും കഴിക്കാം. ഞാനിപ്പോൾ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കി ദോശയുടെ കൂട്ടത്തിൽ ഉണ്ടാക്കി കഴിക്കുകയാണ്. ദോശയും ചമ്മന്തിയും കണ്ടോ, വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കത് പരത്തി വളരെ തിന്നായിട്ട് അത് പരത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കുവാനും നമ്മൾക്ക് സാധിക്കും. കണ്ടോ മക്കളെ, ചോറ് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ദോശ. നമ്മൾ തലേദിവസത്തെ ചോറൊക്കെ നമ്മൾ വെറുതെ കൊണ്ടുപോയി കളയുക ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും വേണ്ട. നമുക്ക് ചോറ് ബാക്കി വന്നാൽ നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഒരു രീതിയാണ് ഈ ദോശ. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോഴും നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ, അതുകൊണ്ട് കാണിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശ നമ്മൾക്ക് റെഡിയായി. നമ്മൾക്ക് അതിനകത്ത് അരി വേണ്ട, അരി ഉഴുന്നും കൊണ്ട് വെള്ളത്തിൽ ഇട്ട് നമുക്കത് അരച്ച് കാത്തിരിക്കേണ്ട. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് നമ്മളങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ചോറുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഉണ്ടോ, അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇച്ചിരി എണ്ണയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. കണ്ടോ, നമുക്ക് വളരെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ഉണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനൊരു ചമ്മന്തിയും കൂടി തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കി ദോശയും ചമ്മന്തിയും കൂടി ഓക്കെ.